ഭഗവാന് സാധകന് ഭഗവാൻ നൽകേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, സമ്മാനമാണ് കുചേലൻ. കുചേലന് തൻ്റെ ഭൗതിക ലോകത്ത് ഭഗവാൻ നൽകിയതെല്ലാം ദുഃഖമായി, എല്ലാം ദുഃഖങ്ങളായി. നിത്യപട്ടിണിയാണ് ഭഗവാൻ കനിഞ്ഞു നൽകിയത്. പക്ഷെ ഒരിക്കലും കുചേലൻ ആ പട്ടിണി അറിഞ്ഞില്ല. സ്വന്തം മക്കള് പട്ടിണി കൊണ്ട് ഭിക്ഷ കിട്ടാത്ത ദിവസങ്ങളിൽ, ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് കേണ് അമ്മയോട് ഒരിറ്റു വെള്ളം വേണം, ഒരിറ്റു കഞ്ഞി വേണമെന്ന് പറയുമ്പോഴും ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ എന്ന മന്ത്രത്തിൽ അലിഞ്ഞ് അതിൽ ജീവിക്കുകയാണ് കുചേലൻ. പക്ഷെ ഭൗതികതയിൽ ജീവിക്കുന്ന ഒരു സാധകൻ ഒരു പരിധിവരെ അവന് ഭൗതികതയെ കൂടി സംതൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അത് പല രൂപത്തിൽ, പല ഭാവത്തിൽ അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇവിടെയും കുചേലന് തൻ്റെ ധർമ്മപത്നി എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കണം, 2 വറ്റ് കിട്ടിയാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1 വറ്റ് ഭഗവാന് നേദിക്കുകയും 1 വറ്റ് സ്വന്തം ഭർത്താവിന് നേദിക്കുകയും ബാക്കി വരുന്നതിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾക്കും കൊടുത്ത് അവസാനം ഒട്ടിയ വയറോടുകൂടി ആ ദിവസം കഴിഞ്ഞുകൂടാൻ സംതൃപ്തിയാകുന്ന പൂർണ്ണ ഭാര്യയാണ് കുചേലൻ്റെ ഭാര്യ. ആ ഭാര്യയ്ക്കും അവസാനം ഭൗതികതയുടെ സത്വം അവരെ കൊണ്ടുകൂടി ഈ ആത്മാവിനെ, കുചേലനെ നിർബന്ധിക്കേണ്ടി വന്നു ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ. അവർ ചോദിച്ചത്, അങ്ങയുടെ മിത്രമല്ലേ ഭഗവാൻ? ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് എന്തിനാണ് നാണക്കേട്? മിത്രത്തോട് ആവശ്യപ്പെടുന്നതിന് എന്തിനു നാണക്കേട്? കുചേലൻ പറയുന്ന മറുപടി, മിത്രമായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് ചോദിച്ചേനെ, പക്ഷേ ഭഗവാനും കൂടിയാണ്, ഭഗവാനോടൊന്നും ആവശ്യപ്പെടാൻ പാടില്ല. എല്ലാം അറിയുന്ന ഭഗവാനോടുകൂടി നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് അനാവശ്യമായി പോകും. അതുകൊണ്ടാണ് ഞാനിത് ആവശ്യപ്പെടാത്തത്. പക്ഷേ വിധി നിയോഗം കുചേലനെ അവസാനം ദ്വാരകയിലെത്തിക്കുന്നു. ഭക്തവത്സലനായ ഭഗവാൻ തൻ്റെ കുടുംബദേവതയോട് യാത്ര പറഞ്ഞ് എൻ്റെ ഭാര്യയെയും മക്കളെയും രക്ഷിച്ചു കൊള്ളണേ എന്ന് കുടുംബദേവതയോട് യാത്ര പറഞ്ഞിറങ്ങുന്ന കുചേലന് ഒരു വഴിയാത്രക്കാരനായി പിന്തുടർന്ന്, അല്ലെങ്കിൽ കൂടെയെത്തി, ഏറ്റവും വലിയ ആത്മസഖാവായി കൂടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ദ്വാരകാ നഗരിയിൽ വരെ എത്തിക്കുകയാണ്. സംഭവ ബഹുലമായ കഥയിലൂടെയാണ് കുചേലൻ കടന്നു പോകുന്നത്. കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഭഗവാൻ പറയുന്നു, എൻ്റെ ഭാര്യയുടെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ഭാര്യയെ പ്രകീർത്തിക്കാനാണ് ഭഗവാൻ അവസരം. അപ്പോഴൊക്കെ കുചേലന് വല്ലാത്ത രീതിയിലുള്ള ഫ്രസ്ട്രേഷനാണ് ഭഗവാനോട് തോന്നുന്നത്. ഇയാൾ എന്തൊരു നാശം! ഞാൻ ഭഗവാനെ കാണാൻ ദ്വാരകയിലോട്ട് പോകുമ്പോൾ എല്ലാ നിമിഷങ്ങളിലും ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ എന്ന് ജപിക്കേണ്ട എനിക്ക്, എൻ്റെ മനസ്സ് നിറച്ച് ശ്രീകൃഷ്ണനെ നിറയ്ക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇയാളെ കൊണ്ട് പൊറുതിമുട്ടി. പലപ്പോഴും വഴക്ക് പറയുന്നു ഇയാളെ. പക്ഷെ ഭഗവാൻ എപ്പോഴും സുന്ദരമായ തൻ്റെ ഭാര്യയുടെ ലീലകളിൽ പറഞ്ഞ് കുചേലനെ ശ്രീകൃഷ്ണ ഭക്തിയിൽ നിന്ന് അല്പമെങ്കിലും വ്യതിചലിപ്പിക്കാൻ കഠിന പ്രയത്നം നടത്തുന്നു. പക്ഷേ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തുന്നു ഭഗവാൻ. അവസാനം ദ്വാരകാ നഗരിയിൽ വിട്ട് തൻ്റെ കൂട്ടുകാരനെ അവിടെ വിട്ടിട്ട് ഭഗവാൻ അപ്രത്യക്ഷനാകുന്നു. കുചേലൻ പലരോടും ചോദിക്കുന്നു, എവിടെയാണ് കൃഷ്ണൻ്റെ വീട്? കേൾക്കുന്നവർ ചിരിച്ചു. ഇയാളാരാ? നോക്കുമ്പോൾ കുചേലനൊഴിച്ച് ഒരൊറ്റയാളും ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി അവിടെ ഇല്ല. ദാരിദ്ര്യത്തിൻ്റെതായ യാതൊരു മാർക്കുകളും അവിടെ ഇല്ല. ഉള്ളവരെല്ലാം സംതൃപ്തർ. ധനിക വേഷം, എല്ലാവരും ധനികർ. കുചേലൻ മാത്രം പ്രത്യേക വ്യക്തിത്വം. അവസാനം ദ്വാരകയിൽ കൊട്ടാരത്തിൻ്റെ, മധുരാപുരിയുടെ
കൊട്ടാരത്തിൽ കാവൽക്കാരൻ്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് കൃഷ്ണനെ കാണണം. അയാൾ ആദ്യം വല്ലാതെ ഞെട്ടിപ്പോയി. വളരെ ഹാസ്യഭാവത്തോടുകൂടി അദ്ദേഹം കുചേലനെ നോക്കിയിട്ട് പറഞ്ഞു, ഏയ് നിങ്ങളാരാ? അപ്പോൾ കുചേലൻ പറഞ്ഞു, ഞാൻ കൃഷ്ണൻ്റെ സുഹൃത്താണ്, ആത്മസുഹൃത്ത്. അയാളും ചിരിച്ചിട്ട് പറഞ്ഞു, നാണമില്ല നിങ്ങൾക്ക്? ഭഗവാന്റെ സുഹൃത്താണെന്ന് പറയാൻ നാണമില്ല നിങ്ങൾക്ക്? ഈ വേഷവും ധരിച്ചു വന്നിക്കാൻ ഭഗവാൻ ഇറങ്ങി വരത്തില്ലെന്ന് മാത്രമല്ല, ചാട്ടവാറ് വെച്ച് അടി തെറ്റിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പൊക്കോണം. കണ്ടവരെല്ലാം ആക്ഷേപിക്കുന്നു. അവസാനം കുചേലൻ്റെ ഉള്ളിലെ ഈഗോയുടെ ഏതോ ഒരു അംശം ഉണർന്നു. ശരിയാണല്ലോ, ഈ വേഷത്തിൽ, ഈ ഭാവത്തിൽ, ഈ കുചേലത്വത്തിൽ എനിക്ക് ഭഗവാനെ കാണേണ്ടി വരിക, അയ്യോ അത് ശരിയാവില്ല. കുചേലൻ തിരിച്ചു നടന്നു. പറയാൻ പോയ ദൂതൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, സുധാമ വന്നിരിക്കുന്നു. സുധാമ സുധാമ ഭഗവാൻ, അതെ സുധാമ എന്നാണ് പേര് പറഞ്ഞത്. ആണോ? ആണ്. അവിടെ ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിക്കുന്നു. ചെരുപ്പുകൾ, പാദരക്ഷകൾ വേണ്ട ഭഗവാന്. സ്വന്തമായി ഉണ്ടായിരുന്നതിനെ എല്ലാം ഉപേക്ഷിക്കുന്നു. രുക്മിണി പോയി, ഭാര്യമാരെ മുഴുവൻ വിട്ടു, എല്ലാ ഓർമ്മകളും മാറി. ഒരേ ഒരു ഓർമ്മ, ഒരേ ഒരു വൈബ്രേഷൻ ഭഗവാന്. സുധാമ നഗ്നപാതനായി ഭഗവാൻ ഓടുകയാണ് സുധാമയെ തിരക്കി. കാണുന്നവർക്കെല്ലാം അത്ഭുതം. സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദാ ഇങ്ങനെ പോകുന്നു, കൂടെ ആ ജനസഞ്ചയം. വിയർപ്പണിഞ്ഞ് നാറ്റം കൊണ്ട് സഹിക്കാൻ വയ്യാത്ത കുചേലനെ തിരികെ പുണരുകയാണ് ഭഗവാൻ. ഒരു നിമിഷം കുചേലന് സങ്കോചത്വമെല്ലാം കളഞ്ഞു. കാരണം ദിവ്യദർശനം കിട്ടുമ്പോൾ ആരും അങ്ങനെയാണ്. താൻ ആരാണ് എന്ന വസ്തുത മറക്കും. ഇവിടെ കുചേലനും മറക്കുന്നു. അവർ ഗാഢാശ്ലേഷിതരാണ്. ഭഗവാൻ എതിരേറ്റ് കൊണ്ടുപോകുന്നു സ്വന്തം തേരിൽ. പിന്നെയുള്ള പരിചരണമൊക്കെ കുചേലന് സ്വപ്നം പോലെയാണ്. അവസാനം രാത്രിയാവുമ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ കൊണ്ടുവന്ന് അവല് കഴിഞ്ഞിരിക്കുകയാണ്. പകുതി കല്ലും മണ്ണും പകുതി അവലും. അത് ഭദ്രമായി ഭഗവാൻ അങ്ങോട്ട് മാറിയ സമയത്ത് തലയാണക്കിഴി വെച്ചു. വേണ്ട, ഇവിടെ ഇതൊന്നും തുറക്കുന്നത് ശരിയല്ല. കാരണം ഈ കൃഷ്ണൻ എന്താ ചെയ്തേ? ഇത്രയും വിയർത്തൊലിച്ച് ദുർഗന്ധം വമിക്കുന്ന തന്നെ സ്വന്തം കൈകൾ കൊണ്ട് കുളിപ്പിക്കുക, വസ്ത്രം മാറ്റിക്കുക, അദ്ദേഹത്തോളം ഉയർന്ന പീഠത്തിലിരുത്തുക, അദ്ദേഹത്തിൻ്റെ പീഠത്തിൽ തന്നെ ഇരുത്തുക. അതിൽ വല്ലാതെ ഉണർന്നു കുചേലൻ. അവസാനം കുചേലൻ തീരുമാനിച്ചു, ഇതെവിടെയെങ്കിലും ഒളിപ്പിക്കണം. ഇതേ ഉള്ളൂ ഇനിയും. കുചേലത്വമായിട്ട് എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ കുചേലൻ്റെ മാർക്കായി എൻ്റെ കയ്യിൽ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഒളിപ്പിക്കണം. അവസാനത്തെ അണക്കിഴുത്ത് കയറ്റി വെച്ചു അതിൻ്റെ പുറത്ത്. അപ്പോഴാണ് കൃഷ്ണൻ വരുന്നത്. ഭഗവാൻ വന്നപ്പോൾ നേരെ അതിന് പുറത്ത് കയറിയിരുന്നു. കാരണം അതിന് പുറത്ത് കയറിയിരുന്നില്ല കണ്ടുപിടിക്കും. മണ്ടയ കള്ളനാണ്. പക്ഷേ ഭഗവാൻ കണ്ടു. എന്താ സുധാമ അത്? എന്തിനാ തലയാളപ്പുറത്ത് കയറിയിരിക്കുന്നത്? വെറുതെ ഞാനിങ്ങനെ ഇരുന്നാണ്, തണുപ്പുകൊണ്ട്. അല്ല, എന്താ ഉള്ളത്? പിടിച്ചു വാങ്ങിക്കുന്നു. ആ അവൽപ്പൊതിയിൽ നിന്ന് ഭഗവാൻ 3 പ്രാവശ്യം കഴിക്കുന്നു. 2ാമത്തെ പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞപ്പോൾ രുക്മിണി കയറി പിടിച്ചു. ഇനി കഴിക്കല്ലേ? ഉള്ളതെല്ലാം ഭഗവാൻ കുചേലന് കാഴ്ചവെക്കുന്നു. 3ാമത്തെ പൊതി കഴിച്ചാൽ ഭഗവാനെ തന്നെ കാഴ്ചവെക്കുകയാണ് ഭഗവാൻ. പിന്നെ എല്ലാം, ഈ ലോകത്തെ മുഴുവൻ ത്രിലോകങ്ങളെയും കുചേലന് ദാനമായി, അല്ലെങ്കിൽ തൻ്റെ എന്താ പറയുക, മിത്രത്വത്തിൻ്റെ അടയാളമായി ഭഗവാൻ കൈമാറി. പക്ഷെ കുചേലൻ ഇതൊന്നും അറിഞ്ഞില്ല. കുചേലൻ അപ്പോഴും സങ്കോചത്തിലായിരുന്നു. എന്താണ് കൃഷ്ണൻ കാണിക്കുന്നത്? ഇത്രയും വലിയ കൊട്ടാരത്തിൽ, ഇത്രയും വലിയ ഭാര്യമാരുടെ മുമ്പിൽ ഞാൻ തന്നെ ഈ അവലെടുത്ത് വീഴ്ച എന്നെ കൂടി ആക്ഷേപിക്കുകയാണല്ലോ. അവസാനം ഒന്നും ചോദിച്ചില്ല കുചേലൻ, ഒന്നും ചോദിച്ചില്ല. ഭഗവാൻ സ്വന്തം രഥത്തിൽ കുചേലൻ്റെ കുടുംബക്ഷേത്രത്തിന് മുമ്പിൽ വിടുമ്പോൾ കുചേലൻ ഓർത്തു, വീട്ടിൽ കയറ്റത്തില്ല. ഞാനതങ്ങ് മറന്നും പോയി. മറന്നതല്ല കുചേലൻ,
ശരിക്കും കുചേലൻ മറന്നതല്ല. കുചേലൻ്റെ ഉള്ളിലെ അഹം അപ്പോഴും ഉണ്ടായിരുന്നു ഭഗവാനോട് മനസ്സ് തുറക്കാൻ. പൂർണ്ണമായും തുറക്കാൻ കുചേലന് കഴിഞ്ഞില്ല. കാരണം കുചേലത്വം പൂർണ്ണമായി തുറക്കപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ളതേ ആവശ്യം വരും. അതിനനുസരിച്ചുള്ള ഒരു ആവശ്യം സൂക്ഷിക്കുവാൻ കുചേലന് കഴിയുമായിരുന്നില്ല. അഥവാ അതിനനുസരിച്ചുള്ള ആവശ്യമായിരുന്നില്ല കുചേലൻ ഭഗവാനെ കാണാൻ കൊണ്ടുപോയത്. വിഷമിച്ചു പോയി. എന്തു പറയും ഭാര്യയോട്? പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളോട് എന്ത് പറയും? അവിടെ ചെന്നിറങ്ങി അങ്ങോട്ട് ചെന്നപ്പോൾ ഭഗവാൻ കുചേലന് മനസ്സിലായില്ല. തന്നെ മറ്റേതോ മധുരാപുരിയിൽ കൊണ്ടിറക്കിയിരിക്കുന്നു. തൻ്റെ നാടും വീണ്ടും പോയി. ഇത് വേറെ എവിടെയാണ് തന്നെ കൊണ്ടിറക്കിയിരിക്കുന്നതെന്നാണ്. അപ്പോഴാണ് ഭാര്യ വരുന്നത്. സർവാംഗ സുന്ദരിയായി, സ്വർണ്ണാഭരണ ഭൂഷിതയായി തൻ്റെ വന്ന ഭാര്യ തിരിച്ചറിഞ്ഞില്ല കുചേലൻ. പരിചയപ്പെടുത്തേണ്ടി വന്നു, ഞാൻ അങ്ങയുടെ ഭാര്യയാണോ. മക്കളുടെ അവസ്ഥ അതുപോലെ. മക്കളുടെ അവസ്ഥ മാത്രമല്ല, ആ നാടിൻ്റെ അവസ്ഥയെ മാറി. രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് നടന്നത്. ഒന്ന്, ഭഗവാൻ തനിക്കുള്ളതെല്ലാം തനിക്ക് സമമായിട്ടാണ് ഭഗവാൻ നൽകിയത്. എന്ത് നൽകിയെങ്കിലും കുചേലൻ്റെ നാട് തൻ്റെ നാടിന് സമം, കുചേലൻ്റെ കൊട്ടാരം തൻ്റെ കൊട്ടാരത്തിന് സമം, ദ്വാരകാപുരിക്ക് തുല്യം. അങ്ങനെ എല്ലാം ഭഗവാനോട് തുല്യമാക്കി കുചേലന്. രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ. ഒന്ന്, ഭഗവാൻ മായാദേവിയെ വിളിച്ചിട്ട് ഇത്രേ പറഞ്ഞുള്ളൂ, ഇവിടെ എന്താണോ ഉള്ളത് അവിടെ കൊടുക്കണം. അവിടെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ ചെന്ന ദേവിയുടെ അടുത്ത് ദേവി പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഭഗവാന്റെ തുല്യമായ ലോകം സൃഷ്ടിച്ചു തരികയാണ്, ദ്വാരകാപുരിക്ക് തുല്യമായി. ആ ലോകം നിങ്ങളുടെ കൊട്ടാരം, നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങൾക്ക് എല്ലാം ദാരിദ്ര്യം അകറ്റി ലക്ഷ്മിയെ പ്രദാനം ചെയ്യുന്നു. തൊഴുകകളുടെ ഭാര്യ പറഞ്ഞു, ഒരു കാരണവശാലും എനിക്കിത് സ്വീകരിക്കാൻ പറ്റില്ല, ദേവി ക്ഷമിക്കണം. എനിക്ക് അതെന്താണ്, ഈ നാഴിക വരെ ഞങ്ങൾ ജീവിച്ചത് അന്നന്ന് ഈ നാട്ടുകാരും ബന്ധുക്കളും തരുന്ന ഭിക്ഷ സ്വീകരിച്ച. അങ്ങനെ ഇന്ന് വരെ ഭിക്ഷ സ്വീകരിച്ചു വളർന്ന ഞങ്ങൾക്കായി മാത്രം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ആകെ വിഷമിച്ചു ദേവി. അപ്പോൾ ദേവി ഭഗവാനുമായിട്ട് സമ്പർക്കം ചെയ്ത ഭഗവാൻ പറഞ്ഞു, എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുക. അങ്ങനെ മറ്റൊരു ദ്വാരകാപുരി സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ കുചേലൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മളാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാൻ മെനക്കെടുത്തില്ല. പക്ഷേ കുചേലൻ അങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു കൃഷ്ണ, ഈ ദേവിയുടെ മായയിൽ എന്നെ ഉൾപ്പെടുത്തി കളയല്ലേ, അല്ലെങ്കിൽ കീഴടക്കി കളയല്ലേ. ഈ മായാദേവിയിൽ നിന്നും അങ്ങ് എന്നെ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന. ഇതാണ് സാധകന്റെ പ്രസക്തി. നാം ആർജിക്കുന്ന സാധകത്വം അതിൻ്റെ പൂർണ്ണ ശോഭയോടെ പോലെ വിരിയുമ്പോഴും മായയിൽ അകപ്പെടാതെ തന്നെ അങ്ങയുടെ കൂടെ നിർത്തണേ എന്ന പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ കുചേലത്വം പൂർണ്ണമായി നമ്മളിൽ ഭവിക്കണം. അതിന് സത്യഭാമ നമ്മളിൽ നിന്ന് പടിയിറങ്ങണം, ഈഗോ നമ്മളിൽ നിന്ന് പടിയിറങ്ങണം, നമ്മളിൽ കുചേലത്വം ആഗീരണം ചെയ്യപ്പെടണം. അതിന് ഗുരുസാന്നിധ്യവും ഗുരുനിർദ്ദേശവും ഗുരുസമർപ്പണവുമാണ് ഏകവഴി. ഇന്ന് വിജയദശമി. കഴിഞ്ഞ 9 ദിവസമായി നമ്മൾ കടന്നു പോകുന്ന വഴിയുടെ അന്ത്യമാണ് ഇന്ന്. പലരും പറഞ്ഞതുപോലെ, ഗുരു പറഞ്ഞതുപോലെ 3 ദിവസം തമത്തിനും 3 ദിവസം രജത്തിനും 3 ദിവസം സത്വത്തിനും നമ്മൾ നൽകി. ശരിക്കും എന്താണ് സത്വവും രജവും തമവും? നമ്മളിലെ അറിവ് മാത്രമാണിതല്ല.
നമ്മളുടെ ജ്ഞാനമാണ് തമമായാലും രജമായാലും സത്വമായാലും. റോ പ്രോഡക്ട്സായി നമ്മളിൽ വരുന്നതാണ് തമം. നമ്മൾ ജീവിക്കുന്നതിലെന്തോ അതിൽ യാതൊരു മനനവുമില്ലാതെ, വീണ്ടു വിചാരമില്ലാതെ എല്ലാം ഉപയോഗിച്ച് നമ്മളിലെ പൂർണ്ണ കാട്ടാളിത്തം, അതാണ് ആ കാട്ടാളിത്തമാണ് തമം. ആ അറിവാണ് വിവേചന ശക്തിയില്ലാതെ അല്ലെങ്കിൽ വിവേചനമില്ലാതെ കിട്ടുന്നതിനെയെല്ലാം അബ്സോർവ് ചെയ്യുകയും അതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കുകയും അനുഭവിച്ച ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് തമോ ഗുണം. അവളുടെ ചിന്തകളില്ല, മനനമില്ല, ഒന്നുമില്ല. രജത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടി വ്യത്യാസമുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, അതിനെക്കുറിച്ച് നമ്മൾ മനനം ചെയ്യാൻ തുടങ്ങും. അതിൽ നമുക്ക് കിട്ടിയതെല്ലാം ശരിയായിരുന്നോ, ഇനി കിട്ടേണ്ടതുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും. അതാണ് രജത്തിൻ്റെ അറിവ്. സാത്വികത്തിലേക്ക് വരുമ്പോൾ ഈ മനനമല്ല അവിടെ നടക്കുന്നത്. സാത്വികത്വത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ലഭിക്കുന്ന വസ്തുക്കളല്ല, ലഭിച്ച വസ്തുക്കളിലെ പോസിറ്റീവ് എന്താണോ അതിൻ്റെ ആകിരണവും അതിൻ്റെ ചിന്തയും അതിൻ്റെ മനനവും എല്ലാം സാത്വികത്വത്തിൽ നടക്കണം. അങ്ങനെ സാത്വികത്വത്തിൽ ഈ മനനം നടക്കുമ്പോൾ, അറിവ് സാത്വികമായി മാറുമ്പോൾ, ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു സമർപ്പണത്തിലൂടെ വിവിധ തലങ്ങൾ, നമ്മൾ പറയുന്ന പോലെ പല പല വാതായനങ്ങൾ കടന്നു വരുമ്പോൾ ആ വാതായനങ്ങളിലെല്ലാം പലതും നമ്മൾ ഉപേക്ഷിച്ച് കടന്നു വരുമ്പോൾ അവസാനം വാതായനം ചെറുതായി വന്ന് നമുക്ക് കടക്കാൻ പറ്റില്ല എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന വിധം ചെറിയ ഈഗോ നമ്മളിൽ ഉള്ളപ്പോൾ ആ ഈഗോ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു അനുഗ്രഹത്താൽ നമ്മൾ തിരിച്ചറിയുന്നു നമ്മളെ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ, പിന്നെ വാതായനത്തിന് എന്ത് പ്രസക്തി എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിൽ അവിടെയാണ് സാത്വികത്വം സമ്പൂർണമാകുന്നത്. അപ്പോഴും സാത്വികം അറിവായി നിലനിൽക്കും. നേരത്തെ ഉണ്ടായിരുന്ന അറിവിൽ നിന്നും അറിഞ്ഞ് അറിവുകളെ മനനം ചെയ്ത് പല തലങ്ങളിലുള്ള അറിവ് സ്വീകരിച്ച് അതിൻ്റെ പരമകോടിയിലെത്തിയ ഒരു പരമമായ അറിവിൽ നമ്മൾ നിൽക്കുന്ന അവസ്ഥയാണ് സാത്വിക അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ സാധകനെ സംബന്ധിച്ച് ഈ 3 അവസ്ഥകളും പരിത്യജിക്കേണ്ടതാണ്. കാരണം അവന് വിധിച്ചിട്ടുള്ളത് നേർ സാക്ഷിത്വമാണ്. അപ്പോൾ അല്പം മാറി നിൽക്കണം എന്നാണ്. മാറി നിന്നിട്ട് ഗുരുവാകുന്ന കണ്ണാടിയിലൂടെ ഈ 3 കാര്യങ്ങളെയും നോക്കിക്കണ്ട് മനനം ചെയ്യണം. നമ്മളിൽ തമോ ഗുണമായി വർത്തിച്ചത് എന്തൊക്കെയാണ്, രജോ ഗുണമായി ആവിർഭവിച്ചത് എന്തൊക്കെയാണ്, ഇപ്പൊ സാത്വികമായി നമ്മൾ നിലനിൽക്കുന്നത് എന്തൊക്കെയാണ്, ഈ അറിവുകളെ നമ്മൾ ഗുരുദർശനത്താൽ ഗുരുവാകുന്ന ദർപ്പണത്തിലൂടെ നോക്കിക്കണ്ട് മനനം ചെയ്യുമ്പോൾ, വെറുതെ മനനം ചെയ്യാൻ പറ്റില്ല, സാധക എനർജി അതിൻ്റെ പരിപൂർണതയിൽ മനനം ചെയ്യുമ്പോൾ, വൈബ്രേഷനിൽ മനനം ചെയ്യുമ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലാകും. തമമായാലും രജമായാലും സാത്വികമായാലും ഇതെല്ലാം എന്തിൻ്റെയോ വകഭേദങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. നേരത്തെ തമോ ഗുണപ്രധാനിയാണ് കാളി എന്ന് ധരിച്ചിരുന്ന നമ്മൾ ഈ ദർപ്പണത്തിലൂടെ നോക്കുമ്പോൾ, ഗുരുദർപ്പണത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ കണ്ട കാളിയിലെ തമത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിനിധാനം ചെയ്യുന്ന തലയോട്ടികൾ അത് സാധക ബൗദ്ധികതയുടെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. കാളിയുടെ കാർമേഘ കളർ, ആ നിറം നമ്മൾ എത്രമാത്രം അങ്ങോട്ട് ചെല്ലുന്നോ അതിനനുസരിച്ച് ഇല്ലാതായി ശൂന്യമാകുന്ന അവസ്ഥയാണ് കാളിയിലെ കാളിമ എന്ന് നമുക്ക് മനസ്സിലാകും.
ഈ ദർപ്പണത്തിലൂടെ നോക്കുമ്പോൾ ഇതുവരെ കണ്ടതെല്ലാം മറ്റ് കാഴ്ചകളായി മാറും. ആ കാഴ്ചകളായി മാറുന്ന കാഴ്ചകളെ ഒന്നുകൂടി നമ്മൾ മനനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കാഴ്ചകളിലെല്ലാം ഉണ്ടായിരുന്നത് ഒന്ന് മാത്രമാണ്. അതാണ് ഊർജം അല്ലെങ്കിൽ എനർജി. അപ്പൊ കഴിഞ്ഞ 3 ദിവസമായി അടുത്ത 3 ദിവസം കൊണ്ട് നമ്മൾ നമ്മളുടെ സാധനയെ മനനം ചെയ്ത്, ഇതുവരെ ചെയ്ത സാധനയെ മനനം ചെയ്ത് അതിലെ തമോ രജ സത്വഗുണങ്ങളെ വേർതിരിച്ച് വീണ്ടും ഗുരുതർപ്പണത്തിലൂടെ മനനത്തിന് വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിലെല്ലാം ഉണ്ടായിരുന്നത് എനർജിയാണ്. എനർജി അല്ലാതെ അതിൻ്റെ വേരിയേഷൻസ് ആണ് തമമായും രജമായും സാത്വികമായും നമ്മളിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ ബോധ്യം വന്ന പല ആത്മാക്കളും അവിടെ തന്നെ നിന്നിട്ടുണ്ട്. അവിടെ തന്നെ നിൽക്കുന്ന അപകടമാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന വലിയ അപകടം. ആ അപകടത്തിൽ നിന്നാൽ പിന്നെ മറ്റുള്ള ചിന്തകൾ, മനനം അവിടെ നിൽക്കും. അവർക്ക് അങ്ങനെ തന്നെ പോകേണ്ടി വരും, അടുത്ത ജന്മത്തിലേക്കുള്ള പ്രാരാബ്ധ കർമ്മവുമായി. പക്ഷെ അവിടെയും ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, ആ ദർപ്പണത്തിലൂടെ വീണ്ടും മനനം ചെയ്യാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ വീണ്ടും നമ്മളിൽ മനനം നടക്കണം. ആ മനനം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ എനർജി എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന ചിന്ത നമ്മളിലേക്ക് വരും. എവിടെ നിന്നാണ് രജത്തെ അല്ലെങ്കിൽ തമത്തെ അല്ലെങ്കിൽ സാത്വികത്വത്തെ നമുക്ക് ദർശന വിധേയമാക്കി തന്ന, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകാൻ നമ്മളെ അനുവദിച്ച ആ എനർജിയുടെ വേരിയേഷൻസ് വരുന്നത് എവിടെ നിന്നാണ്? എനർജിയുടെ ഉത്ഭവം, പരമ ഊർജത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അതിനുള്ള ഉത്തരം പരമബോധത്തിലെത്തുന്ന ആൾക്ക് മനസ്സിലാകും. അങ്ങനെ മനസ്സിലായാൽ പിന്നെ പരമബോധമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ആ പരമബോധമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ആ പരമബോധമായി നമ്മൾ മാറിയാൽ പിന്നെ ബുദ്ധനാകാനേ നിവർത്തിയുള്ളൂ. ഗുരുദാസിനെ കൊണ്ട് 3/4 മണിക്കൂർ വായലപ്പിക്കത്തില്ല എന്നർത്ഥം. ഇങ്ങനെ എനിക്ക് വന്നിരുന്ന് ഇവിടെ പറയേണ്ടി വരുന്നതിൻ്റെ കാരണം ഇപ്പോഴും ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. സാത്വികത്തിൻ്റെയും രജത്തിൻ്റെയും തമത്തിൻ്റെയും ഒക്കെ പിടിയിലാണ് എന്നാണ് അർത്ഥം. അപ്പം സാധകൻ ഇതിൽ നിന്നെല്ലാം മാറണം. രമണ മഹർഷി പറയുന്നത് പോലെ ജ്ഞാനം ദർശിക്കുന്നവന് ജ്ഞാനം ദർശനമാണ്, മനനം ചെയ്യുന്നവന് ജ്ഞാനം മനനമാണ്, മനനം ചെയ്തവൻ്റെ ജ്ഞാനം ശരിയായ ജ്ഞാനമാണ്. ആ ശരിയായ ജ്ഞാനത്തിലേക്ക് എത്തിയാൽ സമ്പൂർണനാകും. നിതാന്ത നിശബ്ദത നമ്മളിൽ അതേ ഉണ്ടാകും. മറ്റൊന്നും നമ്മളെ ബാധിക്കില്ല. ആ നിശബ്ദതയിൽ അങ്ങനെ ഓളത്തിനനുസരിച്ച്, ഒഴുക്കിനനുസരിച്ച് ആ ഗുരുഗംഗയിൽ നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ മനനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഗുരുസമർപ്പണത്തോടുകൂടി ആ മനനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പോകുവാൻ 10ാം ദിവസം, 9 ദിവസമാണ് കൽപ്പിച്ചു തന്നത്, 10ാം ദിവസമാണ് വിജയം വരേണ്ടത്. ഈ വിജയമുണ്ടെങ്കിൽ പിന്നെ വിജയമില്ല എന്നാണ്. ഈ വിജയം നമ്മളിൽ ഉണ്ടെങ്കിൽ പിന്നെ വിജയത്തിൻ്റെ ആവശ്യമില്ല. സമ്പൂർണ്ണ വിജയമായി നമ്മൾ മാറ്റപ്പെടും. അതുകൊണ്ട് പ്രിയ സാധകരോട് ഗുരുദാസിന് വരാൻ ഇത്രയേ ഉള്ളൂ. നാവടക്കൂ, പണിയെടുക്കൂ. നാവടക്കൂ, പണിയെടുക്കൂ. പണിയെടുക്കുന്നത് ശീലമാക്കൂ. നമ്മുടെ മുമ്പിലാണ് ഗുരു. ഗുരു മുമ്പിൽ നിൽക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ സംശയങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. സംശയങ്ങളെല്ലാം നമ്മുടെ അടങ്ങണം. നമുക്ക് മൗനവ്രത ക്യാമ്പൊക്കെ വെക്കുമ്പോൾ അറിയാമല്ലോ,
ആദ്യ ദിവസമൊക്കെ നമുക്ക് സംശയങ്ങളും നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക തിരമാലകളുടെ പ്രക്ഷോഭം, അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ഇരുന്നല്ലേ പറ്റൂ. മൂന്നാം ദിവസം വന്നാൽ ഇരുന്ന് കളയാൻ ഇനിയെന്നാണ് കാരണം. അപ്പൊ ശരിക്കും ഉപരിതല ഭൗതിക മനുഷ്യരാണ് നമ്മളെല്ലാം. പക്ഷേ ആ ഭൗതികതയിലെ മൗനം നമ്മൾ കണ്ടെത്തണം, സൈലൻസ് കണ്ടെത്തണം. ആ സൈലൻസ് കണ്ടെത്താനാണ് ഗുരു അനുഗ്രഹം നമുക്ക് വേണ്ടത്. അതാണ് എല്ലാവരും, ബുദ്ധനായാലും കുറ്റുവിൻ്റെ ലാഹിരി മഹാശയനായാലും യോഗാനന്ദ പരമഹംസരായാലും അവരെല്ലാം പറഞ്ഞ ഇത്രയേ ഉള്ളൂ: ഒരു മുറിയിൽ അതിലടച്ചിരിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് ഹിമാലയത്തെ വരുത്താം, ഹിമാലയത്തിലേക്ക് പോകണ്ട. ആ ഹിമാലയം നമ്മളിലേക്ക് ഇറങ്ങി വരണം. അതിന് ഗുരു അനുഗ്രഹമാണ് ഏകഭൗമൻ. തീർച്ചയായിട്ടും കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഗുരു നടക്കുന്നു. ലോകം കൂടുതൽ അറിഞ്ഞു തുടങ്ങുന്നു നമ്മുടെ ഗുരുവിനെ. കാരണം ലോകത്തൊരുപാട് ഗുരു പ്രദർശനങ്ങൾ ഉണ്ടാകാം, പക്ഷെ ബാലരാമപുരത്തുള്ള ഗുരു പ്രദർശനത്തിൻ്റെ പ്രത്യേകത അതാണ് ഇതിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. അത് ഗുരുവിൻ്റെ കരദർശനം അതിനകത്ത് ഉണ്ടായതുകൊണ്ടാണ്. ഓരോ താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ മണ്ണ് മുതൽ വിണ്ണു വരെ അതിനകത്തിലുണ്ട്. സാധകന്റെ അവസ്ഥയാണ്. മണ്ണാണ് സത്യം. മണ്ണിൽ നിന്ന് അവനവൻ്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ സമ്പൂർണമായ പ്രതിനിധികളെ ഉണ്ടാക്കിയെടുക്കും. ആ പ്രതിനിധികളുടെ ഒരു വലിയ ലോകത്തിൽ അവൻ ജീവിക്കും. അവിടെ എല്ലാം ജീവിക്കുമ്പോഴും ഗുരു അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം അനാലിസിസ് നമ്മൾ നടന്നു കഴിയുമ്പോൾ, മനനം നടന്നു കഴിയുമ്പോൾ നമുക്കത് ബോധ്യമാകും. ഈ ത്രിഗുണത്തിൻ്റെ അറിവാണ് നമ്മളെ നിലനിർത്തുന്നത്. ആ ത്രിഗുണത്തിൻ്റെ അറിവിലൂടെയുള്ള മനനം, ആ മനനത്തിലുള്ള പരമമായ ഊർജം എന്നുണ്ടെന്നും ആ ഊർജമാണ്, അല്ലെങ്കിൽ ആ ഊർജത്തിൻ്റെ ഉറവിടം പരമബോധമാണെന്നും നമ്മളെ മനസ്സിലാക്കി തരാനാണ് ഈ നവരാത്രികൾ ഉപയോഗിക്കേണ്ടത്. തീർച്ചയായും അമ്മ മഹാമായ സർവജനനി പരാശക്തി നമ്മളെ അതിൽ അനുഗ്രഹിക്കും. അതിനാണ് ഗുരു നമ്മളോടൊപ്പമുള്ളത്. തീർച്ചയായും നമ്മൾ ഗുരുവിനോടൊപ്പം ഉണ്ടാകണം. ഗുരുവിനോടൊപ്പമുള്ള യാത്ര അതിനുള്ളതാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ശ്രമിക്കുന്നു.